കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hi learners, welcome to IGNO Focus 6.0 മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് MCS 214 MCA. നമ്മൾ ഈ ഒരു സെഷനിൽ MCS 214 സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് MCS 214. ഈ വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ ഒരു ക്വിക്ക് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സെഷനെ കാണാം. അതായത് ഇതുവരെ പഠിച്ചിട്ടുള്ള ഈ സബ്ജക്റ്റ് മുഴുവനായിട്ട് നോക്കിയിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് കോൺഫിഡന്റ് ആവാനും, ഇനി നോക്കിയിട്ടില്ലാത്തവർക്ക് ഒരു ക്വിക്ക് ഏത് ടോപ്പിക്കാണ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആക്ച്വലി ഇത് ജൂൺ 2022 ടു ഡിസംബർ 2025 വരെയുള്ള ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പർ, അതായത് 8 ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു പേപ്പേഴ്സും അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻഡ് ഒഫീഷ്യൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസും ആൻഡ് ജൂലൈ 2026 അസൈൻമെന്റ്സിന്റെയും ബേസിസിലാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യു ക്യാൻ ഫൈൻഡ് ദ എക്സാം പാറ്റേൺ, ഹൗ ടു റൈറ്റ് ദ എക്സാം കോൺഫിഡന്റ്ലി. അതുപോലെ തന്നെ ഹിയർ സിലബസ് മാപ്പിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്, മെയിൻ ആയിട്ട് വരുന്നത്, ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് അതൊരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ളൊരു സെഷനിലാണ് ഇത് വരുന്നത്. ആൻഡ് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സും ഇതിനകത്ത് ഈ ഒരു സെഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെയോടൊപ്പം തന്നെ ഇതിന്റെ ഈ ഒരു പ്രെഡിക്റ്റീവ് സെറ്റ്സിന്റെ സ്ട്രക്ചർഡ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്, എങ്ങനെയാണ് ഒരു ആൻസർ എഴുതേണ്ടത് എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. So after this session, definitely you will get how to write the exam confidently and all. Okay, so ഈ ഒരു സെഷൻ ത്രൂ ഔട്ട് കേൾക്കാം. ആൻഡ് ഈ ഒരു ഡെക്ക് നിങ്ങൾ എങ്ങനെയാണ്, ഈ ഒരു പാത്വേ എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫോക്കസ് ഏത് യൂണിറ്റിലാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പം ഒരു ബ്ലോക്സ് എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 പ്രയോറിറ്റി വരിക. ഇപ്പോൾ ബ്ലോക്ക് 2 യൂണിറ്റ് 3 വരുന്നത്. അപ്പോൾ ഏത് യൂണിറ്റിനാണ് പ്രയോറിറ്റി ഫസ്റ്റ് വരുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം എക്സാംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, ഇനി വരുന്ന ഈ ഒരു ഡെസ്ക് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഓക്കെ, ഇനി എക്സാം പാറ്റേണിന്റെയും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും സ്ട്രക്ചർ ആണ് ഇവിടെ പറയുന്നത്. ആസ് യു ഓൾറെഡി നോ ദാറ്റ് 50 ടോട്ടൽ മാർക്സ് വരുന്നത് 2 hours ഡ്യൂറേഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇറ്റ്സ് ഓൾവേസ് റീഡിംഗ് പാസേജ് ക്യാരിങ് 50 to 20 മാർക്സ്. ദ സിംഗിൾ ലാർജസ്റ്റ് സ്കോറിംഗ് ദി ബ്ലോക്ക്. അത് ഒരു 50 to 20 മാർക്സ് ആയിരിക്കും ആ ഒരു റീഡിംഗ് പാസേജിൽ വരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1 വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഓൾവേസ് ഷോർട്ട് നോട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. യു ക്യാൻ അറ്റംപ്റ്റ് എനി 2 ഫ്രം എ ലിസ്റ്റ് ഓഫ് 4 to 6 ഓപ്ഷൻസ്. ഓക്കെ, 5 മാർക്സ് ഈച്ച് ആണ് അതിനകത്ത് ഉണ്ടായിരിക്കാം. ആൻഡ് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ആർട്ടിക്കിൾസും ലിങ്കേഴ്സും സെന്റൻസും റീറൈറ്റിംഗ് പ്രപ്പോസിഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റന്റ്ലി അപ്പിയർ ഫോർ 5 to 10 മാർക്സ് ബേസിലായിരിക്കും ഉണ്ടായിരിക്കാം.
And here is the exam paper structure. ഒരു 10% phrasal verbs or essay ലായിരിക്കും വരുന്നത്, and 10% of grammar and articles base ചെയ്ത് വരാം, and 20% of letter or paragraph base ചെയ്തിട്ട് വരാം, and 20% short notes ആയിട്ട് വരാം, and 40% passage comprehension ആ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ഓക്കെ, പാരഗ്രാഫ് വന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആൻസർ ഒരു പാസേജ് നോക്കി ചെയ്യാന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് വരുന്നത് ഐഹീൽ മാപ്പിംഗ് സിലബസ് ആണ്. അതായത് നമ്മൾ യൂണിറ്റ്സിനെ ഒരു എക്സാം ഫ്രീക്വൻസി, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന യൂണിറ്റ് ഏതാണ് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ പറയുന്നത്. ഇതിനെ നമുക്ക് ഒരു 3 ടയർ സിസ്റ്റം പോലെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യാം. മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഐഹീൽ കാറ്റഗറിയിലാണ് പറയുന്നത്. അതല്ലാതെ ഒരു ഇന്റർവെൽ ടൈം ടേം ആൻഡ് എക്സാമിനേഷന് വരുന്നതിന് മീഡിയം ഈൽഡ് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. ബട്ട് ഹൈ ഹീൽഡിനെ പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് മീഡിയം ഈൽഡിനും കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, വരാതിരിക്കുന്നതോ അത് ഓരോ ടേം ആൻഡ് എക്സാമിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ലോ ഈൽഡ് എന്ന് പറയുമ്പോൾ ഒക്കേഷണലി ആണ് വരുന്നത്, അതായത് ചിലപ്പോൾ വരാതിരിക്കാം. ഒട്ടും 20% നിങ്ങൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്താൽ മതിയായിരിക്കും. സോ ഏതാണ് ഐ ഹീൽഡിലും മീഡിയം ഈൽഡിലും ലോ ഈൽഡിലും വരുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ബ്ലോക്ക് 1 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് 1ഉം യൂണിറ്റ് 3ഉം യൂണിറ്റ് 4ഉം വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഡിസംബർ 2022, 2025, ജൂൺ 2025 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് 2 ഒരു ലോ ഈൽഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എല്ലാ ടൈമും എല്ലാ ടോപ്പിക്സും പ്രയോറിറ്റി ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു യൂണിറ്റിലേക്ക് പോയാൽ മതിയാകും. ഇനി അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 5ഉം ഇതുപോലെ തന്നെ ലോ ഈൽഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു യൂണിറ്റ് ആണ്. ഇനി ബ്ലോക്ക് 2 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് യൂണിറ്റ് 9 ആണ്, ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ സ്കിൽസിലാണ്. അതിനുശേഷം യൂണിറ്റ് 7ഉം യൂണിറ്റ് 8ഉം കവർ ചെയ്യുക. ആൻഡ് യൂണിറ്റ് 6 ഈസ് ലോ ഈൽഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതുവരെ യൂണിറ്റ് 6ൽ നിന്നും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. ഓക്കെ, ആൻഡ് യൂണിറ്റ് 7 ഡിസംബർ 2025 ചോദിച്ചിട്ടുള്ളതാണ്. സോ മീഡിയം ഈൽഡ് കാറ്റഗറി ആയതുകൊണ്ട് മേ ബി ചോദിക്കാം ഇരിക്കാം. പ്രസന്റേഷൻ സ്കിൽസിലെ നോർമലി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബ്ലോക്ക് 2 അതുപോലെ തന്നെ യൂണിറ്റ് 10ഉം 11ഉം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. വർക്ക് എത്തിക്സ് ആൻഡ് സോഷ്യൽ മീഡിയ എൻറ്റിറ്റിയും അതുപോലെ കോപ്പിറൈറ്റ് ആൻഡ് പ്ലാജിയാറിസവും. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരു കാരണവശാലും അത് വിടാൻ പാടില്ല. ഓക്കെ, സോ ഒരു ഐഹീൽ സിലബസ് മാപ്പിങ്ങിന്റെ ഒരു ഹീറ്റ് മാപ്പ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂണിറ്റ് 1ഉം 3ഉം 4ഉം അതുപോലെ 9, 10, 11 ആണ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ 7ഉം 8ഉം നോക്കിയാൽ മതിയാകും. ഓക്കെ, സോ 2ഉം 5ഉം 6ഉം ഒക്കെ ഒക്കേഷണലി വരുന്ന ഒരു യൂണിറ്റ് ആണ്. സോ അത് ടൈം അനുസരിച്ച് നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇനി ഏറ്റവും ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ് 3ൽ നിന്ന് ലെറ്റർ റൈറ്റിംഗ് ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 10ൽ വർക്ക് എത്തിക്സ് ആൻഡ് സോഷ്യൽ മീഡിയ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് കോപ്പി റൈറ്റിംഗ് ആൻഡ് പ്ലാജിയാറിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്റർപേഴ്സണൽ സ്കിൽസിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് യൂണിറ്റ് 1ലുള്ള ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ടോപ്പ് 5 ടോപ്പിക്സ് ആദ്യം നിങ്ങൾ നോക്കാം. ഒന്നും പഠിക്കാത്തവർക്കായിട്ടാണ് ഞാൻ അന്ന് പറയുന്നത്. അതുപോലെ പഠിച്ചവർക്കാണെങ്കിൽ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി എൻഷുർ ചെയ്യുക. ഓക്കെ, ആൻഡ് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഇറ്റ്സ് ലൈക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലാണ് ഇത് വരുന്നത്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. 5 ക്വസ്റ്റ്യൻസ് വരാം. അതിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റൈറ്റ് ദ ഇൻട്രോ പാർട്ട്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദി ബാരിയേഴ്സ്. അതിനുശേഷം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് പറയാം. ഫിസിക്കൽ ബാരിയേഴ്സോ സെമാൻറ്റിക് ഓഫ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് പറയാം. അങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം ഷോർട്ട് നോട്ട്സ് ആയതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതിയാകും.
Then write a detailed note on different types of communication and barriers affecting the process. Types of communication വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെർബൽ, റിട്ടൺ, നോൺ വെർബൽ പോലെയുള്ള ടൈപ്സുകൾ. അപ്പോൾ അതൊരു ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത നല്ല രീതിയിൽ വായിക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു അജണ്ട എന്ന് പറയുന്നത്. കാരണം ഇത് എത്രത്തോളം നിങ്ങൾക്ക് റീഡിങ് കേപ്പബിലിറ്റി ഈ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് സെന്റൻസ് മേക്കിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. നിങ്ങളുടേതായ വ്യൂ പോയിന്റിൽ കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബട്ട് യു ഹാവ് ടു യൂസ് സം ടെക്നിക്കൽ വേർഡ്, കുറച്ച് ടെർമിനോളജീസ് പോലെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ സ്കിൽസിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ കോമ്പറ്റൻസ്, ക്വാളിറ്റീസ് ഓഫ് എ സ്റ്റാർ പെർഫോമർ. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ കോമ്പറ്റൻസ്. അപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് എഴുതാം. പേഴ്സണൽ കോമ്പറ്റൻസും സോഷ്യൽ കോമ്പറ്റൻസും. ആ പേഴ്സണൽ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സോഷ്യൽ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. The next question, what are blind spots and how to overcome them? Blind spots എന്താണ്? നമ്മുടെ വീക്ക്നെസ്സസ്, അതുപോലെ ഹാബിറ്റ്സ്, ഒരു ലിമിറ്റേഷൻസ് അല്ലേ, കാണാൻ പറ്റും. ബട്ട് ഒരു പേഴ്സൺ അതിനകത്ത് ഒട്ടും അൺഅവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ള രീതിയിലാണ് ബ്ലൈൻഡ് സ്പോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക, അതുപോലെ സെൽഫ് അസസ്മെന്റ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മെഷർമെന്റ്സ് വേണം ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുക്കാനായിട്ട്, ആൻസർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ടൈം മാനേജ്മെന്റ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുന്നതിനൊപ്പം പോയിന്റ് ബൈ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാളിറ്റീസ് ദാറ്റ് എംപ്ലോയീസ് മസ്റ്റ് ഡെവലപ്പ് ഇഫ് ദേ വാണ്ട് ടു ബി സക്സസ്ഫുൾ. ഒരു എംപ്ലോയി സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം, വാട്ട് ഓൾ ദ ക്വാളിറ്റീസ് ഹാവ് ടു ഡു ഫോർ എംപ്ലോയീസ് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഈ ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവ്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ലെറ്റർ റൈറ്റിംഗ് ആണ് വരുന്നത്. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ഷെയറിംഗ് ഡീറ്റെയിൽസ് ഓഫ് ന്യൂലി ഓഫർഡ് കോഴ്സ് ഇൻ യുവർ യൂണിവേഴ്സിറ്റി. ഇതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ലെറ്റർ നമുക്ക് വേണമെങ്കിൽ പറയാം. ഡ്രാഫ്റ്റ് എ ഫോർമൽ ലെറ്റർ ടു ദ ഹെഡ് ഓഫ് കൺസ്യൂമർ ഗ്രീവിയൻസ് അബൌട്ട് എ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് റിസീവ്ഡ് ഓൺലൈൻ റിക്വസ്റ്റിംഗ് റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡി. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ലെറ്ററിന്റെ ഒരു എങ്ങനെയാണ് ആ ലെറ്റർ എഴുതേണ്ടത്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ അഡ്രസ്സ് എങ്ങനെയാണ്, അത് എവിടെയാണ്, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, അതിന്റെ ബോഡി പാർട്ട് എവിടെയാണ്, അതെങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ലെറ്റർ എഴുതാനായിട്ട്. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ ദ മേജർ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് എഫക്റ്റീവ് വേസ് ടു പെർഫോം ഇൻ എ GD. ഒരു GDയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എഫക്റ്റീവ് ആയിട്ടുള്ള വേസ് എന്തൊക്കെയാണെന്നുള്ളതും അതിന്റെ ടൈപ്സുകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹവ് ടു ബി സക്സസ്ഫുൾ ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലെ എന്തൊക്കെ കാര്യങ്ങളാണ്, ത്രൂ ഔട്ട് സംസാരിക്കാം, അതുപോലെ തന്നെ മാനേഴ്സ് കീപ്പ് ചെയ്യുക, ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക, അതിനെ ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ട് മീൻസ് അതിനെ എഗ്രി ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരമായിരിക്കണം നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കണം ഇതിനകത്ത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് വാട്ട് എത്തിക്സ് ആൻഡ് സോഷ്യൽ മീഡിയ ഇൻറ്റിക്വിറ്റിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. 2 ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. സോഷ്യൽ മീഡിയ ഇൻറ്റിക്വിറ്റി ഓൾസോ ആസ്ക്ഡ് ആസ് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് ഷുഡ് അനോണിമിറ്റി ബി അലൗഡ് ഓൺ ദി ഇന്റർനെറ്റ്. സോ ഇമ്പാക്ട് ഓൺ സോഷ്യൽ മീഡിയ ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാൻ പറ്റും. സോ സബ് ടോപ്പിക്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാം. എത്തിക്സ് അറ്റ് ദ പ്ലേസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് എത്തിക്കൽ ലൈഫ് അറ്റ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ. ഒരു പ്രൊഫഷണൽ ലെവലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പേഴ്സണൽ ലൈഫിൽ ചെയ്യേണ്ട എത്തിക്സ് ഒരു വർക്ക് പ്ലേസിലും അതല്ലാതെ പേഴ്സണൽ ലൈഫിലും നമ്മൾ എന്ത് എത്തിക്കൽ ലൈഫാണ് എന്നല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡിസിപ്ലിനാണ് നമ്മൾ അതിനകത്ത് നോക്കി കാണേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഇതിനകത്ത് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്.
നെക്സ്റ്റ് പ്രസന്റേഷൻ സ്കിൽസിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ് കമ്പോസ് എ പാരഗ്രാഫ് ഓൺ ദി ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഒരു പബ്ലിക് സ്പീക്കിംഗ് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്? കോൺഫിഡൻസിനെ പറ്റി പറയണം, ക്ലാരിറ്റിയെ പറ്റി പറയണം, കമ്മ്യൂണിക്കേഷനെ പറ്റി പറയണം, ബോഡി ലാംഗ്വേജ്, അതുപോലെ വോയിസ് മോഡുലേഷൻസ്, ഇതിന് ഓഡിയൻസിന്റെ എൻഗേജ്മെന്റ്സ്, അതിന്റെ കാര്യങ്ങൾ, ലീഡർഷിപ്പ്, അതൊക്കെ നമ്മൾ പ്രൊഫഷണൽ ഗ്രോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ പാരഗ്രാഫ്, അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ സബ്ജക്റ്റ് പാരഗ്രാഫ് ഓറിയന്റഡ് ആയിട്ട് ഒരു 3 സെറ്റ് പാരഗ്രാഫ് ഓറിയന്റഡ് ആയിട്ട് മാർക്ക് ബേസിസിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിൽ വന്ന കോപ്പിറൈറ്റ് ആൻഡ് പ്ലാജിയാരിസത്തിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കോപ്പിറൈറ്റ് ലോ, കോപ്പിറൈറ്റ് ഇഷ്യൂസ്, അതുപോലെ പെറിൽസ് ഓഫ് പ്ലാജിയാരിസം കോൺസെപ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാം. ഇനി നമുക്ക് 2 മോക്ക് ടെസ്റ്റ്, ഒരു പ്രെഡിക്റ്റീവ് പാറ്റിക് സെറ്റ്സ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2 hours എക്സാമിനേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. റീഡ് ദ പാസേജ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ദ ഇന്ത്യൻ വർക്ക് പ്ലേസ് പ്രൊവൈഡ് വിത്ത് ദി ആൻസർ കീ ആൻഡ് ദ ആൻസർ ഫോളോയിങ്. നമുക്കൊരു പാരഗ്രാഫ് കോംപ്രഹെൻഷൻ, ഒരു പാസേജ് ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. അതിന്റെ ഒരു മോഡൽ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. ഏതെങ്കിലും ഒരു 2 ടോപ്പിക്സ് തന്നിട്ട് അതിന്റെ ഒരു ഷോർട്ട് നോട്ട്സ് എഴുതണം. ഇവിടെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ ഇൻറ്റിക്വിറ്റി, പെറിൽസ് ഓഫ് പ്ലാജിയാരിസം, ക്വാളിറ്റീസ് ഓഫ് എ സ്റ്റാർ പെർഫോമർ. അതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നമ്മുടെ ആർട്ടിക്കിൾസ്, അതായത് എ ആൻഡ് ദി ആർട്ടിക്കിൾസും അല്ലെങ്കിൽ നോ ആർട്ടിക്കിൾസും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫ് നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് എ ന്യൂ പ്രൊഫഷണൽ സ്കിൽസ് വർക്ക്ഷോപ്പ് യു അറ്റൻഡ് ഇൻ കോളേജ്. മെൻഷൻ കീ ലേണിംഗ്സ് ആൻഡ് ഹൗ ഇറ്റ് വിൽ ഹെൽപ്പ് യുവർ കരിയർ. അപ്പോൾ മെൻഷൻ ചെയ്യുക, കീ ലേണിംഗ്സ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുക. ഒരു പർട്ടിക്കുലർ ഫ്രണ്ടിനെ നമ്മൾ പുതിയൊരു പ്രൊഫഷണലിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സ്കിൽസ് വർക്ക്ഷോപ്പ് നമ്മൾ അറ്റൻഡ് ചെയ്ത്, കോളേജിൽ അറ്റൻഡ് ചെയ്ത്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് നമ്മൾ അതിൽ നിന്ന് പഠിച്ചു എന്നുള്ള കാര്യം, അതുപോലെ നമ്മുടെ കരിയറിന് അത് എത്രത്തോളം റിലവൻ്റ് ആണ്, അത് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ലെറ്റർ എഴുതാനായിട്ട്. ആൻഡ് യു ഹാവ് ടു ഫോളോ a letter format. Okay. Then explain any 5 phrasal verbs and write 1 sentence with each. നമുക്ക് ഫ്രേസൽ വെബ്സിന് കുറച്ച് ഫ്രേസൽ വെബ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സെന്റൻസുകൾ മേക്ക് ചെയ്യുന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ ഒരു പാസേജ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എത്തിക്സ് ഇൻ ദ ഏജ് ഓഫ് AI എന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പാസേജ് കോംപ്രഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, കോപ്പിറൈറ്റ് ആൻഡ് പ്ലാജിയാരിസം, ടൈം മാനേജ്മെന്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. And also you have to rewrite the beginning with the given word. ഒരു the company has launched on online training module and online training module has എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവാം. എന്താണ് ആ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഒരു ഫോർമൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാം ടു യുവർ ടീം ലീഡർ റിക്വസ്റ്റിംഗ് 1 week of leave for a professional certification exam, maintain professional tone and include dates and handover plan. ഇതൊരു ഫോർമൽ ലെറ്റർ ആണ്. സോ സബ്ജക്റ്റ് എഴുതണം, കണ്ടന്റ് എഴുതണം. ആൻഡ് ആ കണ്ടന്റ് എഴുതുമ്പം ഏതിനാണ് മെൻഷൻ ചെയ്യേണ്ടത്, ആ മെൻഷൻ ചെയ്യണതിൽ നല്ലൊരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് മേക്കിംഗ് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ എനി വൺ, ഇമ്പോർട്ടൻസ് ഓഫ് കരിയർ ചോയ്സ്, ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു 100 വേർഡ്സിൽ വരുന്ന ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാരഗ്രാഫ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇമ്പോർട്ടൻസ്, ഒരു കരിയറിനെ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മുടെ റിയൽ ടൈം എക്സാമ്പിൾ എങ്ങനെയാണ്, അത് വെച്ചിട്ട് നമ്മൾ എഴുതാം. നമ്മുടെ റിയൽ ടൈം വേൾഡിൽ എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആവാം, അത് ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കാൻ പറ്റുക, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ആൻഡ് ഒരു ആൻസർ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫോർ 20 mark ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ യു ജസ്റ്റ് എയിം ഫോർ 500 to 600 വേർഡ്സ്. ദാറ്റ്സ് കമ്പൽസറി. ആൻഡ് യു ഹാവ് ടു യൂസ് ഇൻട്രൊഡക്ടറി പാർട്ട്, ഡിഫൈൻ ദ കീ കോൺസെപ്റ്റ്, എസ്റ്റാബ്ലിഷ് വൈ ഇറ്റ് മാറ്റേഴ്സ്, സെറ്റ് ദി സ്കോപ്പ് ഓഫ് യുവർ ആൻസർ. ദെൻ ബോഡി പാർട്ടിലേക്ക് പോവാം. ബോഡി പാർട്ടിൽ നിങ്ങളുടെ ഓരോ പോയിന്റും ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ യൂസ് ടോപ്പിക് സെന്റൻസസ് ആൻഡ് യു ക്യാൻ ഇൻക്ലൂഡ് ദ എക്സാമ്പിൾസ് ഫ്രം സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ഓർ റിയലിസ്റ്റിക് സെനാരിയോസ്. ഓക്കെ, അത് ഏത് എക്സാമ്പിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ടോപ്പിക് ഓറിയന്റഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ആൻഡ് യു ജസ്റ്റ് കൺക്ലൂഡ് ദ പർട്ടിക്കുലർ ടോപ്പിക് ആൻഡ് ജസ്റ്റ് റീഐറ്ററേറ്റ് ദ സിഗ്നിഫിക്കൻസ്. ഓക്കെ, നിങ്ങൾക്ക് മോഡേൺ റിലവൻസ് ആയിട്ട് ഈ ഒരു ടോപ്പിക് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നല്ല രീതിയിൽ അതിനെ കൺക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഈ രീതിയിലായിരിക്കണം നമ്മൾ എക്സാമിന് ആൻസർ ചെയ്യേണ്ടത്.
തിയറിറ്റിക്കലി ബേസ്ഡ് ആൻസർ ആണെങ്കിൽ കോർ കമ്പോണൻസിനെ പറ്റിയിട്ട് പറയുക, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുക, ആൻഡ് ഓൾസോ റിലേറ്റഡ് തിയറീസും അതുപോലെ തന്നെ മോഡേൺ പ്രാക്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തിട്ട് എഴുതാം. ഇനി ഡിസ്കസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ക്യാൻ പ്രസന്റ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്, പ്രോസും കോൺസും ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എക്സ്പ്ലെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഡെപ്ത്, വെരി ഡെപ്ത് ആൻഡ് ക്ലാരിറ്റി, ആൻഡ് യു ജസ്റ്റ് ബ്രേക്ക് ഇൻ ടു കമ്പോണൻസ്, അതായത് പല സബ് പാർട്സുകൾ ഉണ്ടായിരിക്കും, സബ് ടോപ്പിക്സ് ഉണ്ടായിരിക്കും, അതൊക്കെ ഇതിനകത്ത് കൊടുക്കാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ആൻഡ് യു ജസ്റ്റ് ഷോ ഹൗ ദേ ഇന്റർ കണക്ട്. ഓക്കെ, ദെൻ ഒരു ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് വേണ്ടത് ഒരു എക്സാമിന് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് 5 minutes റീഡ് ഓൾ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണോ ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ആൻഡ് 30 minutes യു ഹാവ് ടു റൈറ്റ് ഓൾ ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. യു ഹാവ് ടു ഇൻക്ലൂഡ് ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട് ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദ 30 minutes or 6 minutes റിവ്യൂ ചെയ്യുക. റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും മിസ്സിംഗ് വേർഡ്സോ കറക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വരുന്ന 15 minutes ജസ്റ്റ് സ്മോൾ കറക്ഷൻസ് മാത്രം വരുത്താം. ഡു നോട്ട് റീറൈറ്റ് ദ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ആൻസർ ഒരിക്കലും തെറ്റിപ്പോയെന്ന് വിചാരിച്ച് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും അത് എഴുതാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ദ ഫൈനൽ റിവ്യൂ ഓഫ് ഓൾ ആൻസേഴ്സ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മൾ 2 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നോക്കിയിരുന്നു. അതിൻ്റെ ഒരു ഫുൾ സെറ്റ് ആൻസർ സ്ട്രക്ചർ, എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരണത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് വിത്ത് ഓൾ ആൻസർ ബ്ലൂ പ്രിന്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് പേഴ്സണലൈസ്ഡ് ഗൈഡൻസ്, ഈ ആൻസർ പ്രസന്റേഷനും എക്സാം സ്ട്രാറ്റജിയിലേക്ക് ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് യു ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ലേൺ വൈസ് എന്ന് എൻറോൾ ചെയ്യുക ബൈ യൂസിങ് ദിസ് കോൾ, ഓർ അതർവൈസ് either you can call or either വാട്സപ്പ്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അത് എൻറോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ സെറ്റ് ആൻസർ ആ ഒരു പർട്ടിക്കുലർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിനകത്ത് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു ലാംഗ്വേജ് എൻറോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും, പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും, ആൻഡ് കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് വിത്ത് ഡീറ്റെയിൽഡ് ആൻസേഴ്സ് we provide an extra high probability question packs curated from latest sessions. ഏറ്റവും പുതിയ സെഷനിൽ നിന്ന് നമുക്ക് ഉണ്ടാവും ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത്. ആൻഡ് സ്ട്രക്ചേർഡ് ഗൈഡൻസ് ഉണ്ടായിരിക്കും, ഒരു ആൻസർ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, അതിന്റെ സ്കോറിംഗ് അനുസരിച്ച് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയതാണ് മെന്റർ സപ്പോർട്ട്. എന്തൊരു ഡൗട്ട്സ് വന്നാലും നിങ്ങൾക്ക് 24/7 നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ആക്സസ് ടു ലേൺ വൈസ് advanced learning ecosystem by using this number. Okay, and you can join this number. Definitely our team will guide you through enrollment and help you plan your preparation. Okay, so all the best for your time and examination. Be confident and stay safe. Thank you. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.